എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പൊതുവായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിക്കുന്നത് 1600 മുതൽ 1947 വരെയുള്ള ഇന്ത്യയുടെ ചരിത്രം, 10 വർഷം കൂടുന്തോറുള്ള ചരിത്രമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇന്ന് പൊതുവായ ചില കാര്യങ്ങളാണ് പറയാമെന്ന് വിചാരിക്കുന്നത്. അത് പ്രധാനപ്പെട്ടത്, നമ്മൾ ഈ ചരിത്രം തുടങ്ങുന്നത് 1600 മുതലാണ്. ചുരുക്കി പറഞ്ഞാൽ മുഗൾ ഭരണ കാലഘട്ടം മുതലാണ് തുടങ്ങുന്നത്. അത് തന്നെ ഫുള്ള് പറയുന്നില്ല. അതിനു മുമ്പ് ഹുമായൂണും ബാബർ ഉണ്ടായിട്ടുണ്ട്. ബാബറാണ് യഥാർത്ഥത്തിൽ 1526 സുൽത്താനേറ്റിലെ ഡൽഹി സുൽത്താനേറ്റിലെ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി, പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നത്, മുഗൾ സാമ്രാജ്യം. ഈ മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ നിലനിന്നത് യഥാർത്ഥത്തിൽ 1526 മുതൽ 1857 ഒരു 331 വർഷക്കാലമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ 1707 ഔറംഗസേബിൻ്റെ ഭരണത്തോടുകൂടി ഇതിൻ്റെ സുവർണ്ണ കാലഘട്ടമൊക്കെ അവസാനിക്കുന്നുണ്ട്. പിന്നീട് അവർ വെറും ഫിഗർ ഹെഡ് മാത്രമായി, നാമമാത്രമായിട്ടാണ് അവർ ഭരിക്കുന്നത്. പിന്നീട് യഥാർത്ഥത്തിൽ ഭരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരും അതുപോലെ ലോക്കൽ റൂളേഴ്സ്, പ്രാദേശിക ഭരണാധികാരികൾക്കായിരുന്നു. എന്തായാലും അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ രണ്ടാമനെ ബ്രിട്ടീഷുകാർ ബർമയിലേക്ക് നാട് കടത്തുന്നുണ്ട്. ഇതാണ് മുഗൾ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഇനി ഈ മുഗൾ കാലഘട്ടം കഴിഞ്ഞാൽ 1857 പ്രത്യേകത നമുക്കറിയാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു. അത് കഴിഞ്ഞ ഉടനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കുന്നത്. ആ കാലഘട്ടം നമ്മൾ കൊളോണിയൽ കാലഘട്ടം എന്ന് വിളിക്കാം. നമ്മൾ ബ്രിട്ടീഷുകാർ വെറും ഒരു കോളനിയായി മാറി. അതിനെ തുടർന്ന് കുറേ സംഭവങ്ങൾക്ക് ഇന്ത്യയിലുണ്ടായി. അങ്ങനെയാണ് അവസാനം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 ഓഗസ്റ്റ് 15-ന്. 1857 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്നത് കൊളോണിയൽ കാലഘട്ടം എന്നാണ്. ഇനി അതിനുശേഷം 47 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മൾ സ്വന്തമായൊരു ഭരണഘടന വരുന്നു, ഡെമോക്രാറ്റിക് രാജ്യമായി മാറുന്നു, നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നു. പിന്നീട് നമ്മൾ പറയുന്നത് ആധുനിക കാലഘട്ടം എന്നാണ്. അപ്പോൾ 3 കാലഘട്ടത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. മുഗൾ ഭരണ കാലഘട്ടമെന്നും കൊളോണിയൽ കാലഘട്ടമെന്നും അതുപോലെ ഇപ്പോൾ പറഞ്ഞ മോഡേൺ കാലഘട്ടം എന്നും. അപ്പോൾ ഇത് നമുക്കറിയാം, കാര്യങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിതൊക്കെ മനസ്സിലാവും. ഇനി നമുക്ക് ഈ മുഗൾ ഭരണത്തിൽ നിന്നും പുറകോട്ട് പോയാലോ? നമ്മൾ കാണുന്നത് ഡൽഹി സുൽത്താനേറ്റിനെയാണ്. ഡൽഹി സുൽത്താനേറ്റ്. ആ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണത്തിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്നത് ഗുപ്ത കാലഘട്ടം എന്നാണ്. ഗുപ്ത കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ഗോൾഡൻ ഏജാണ്. ശരിക്കും പറയാം, കലയും സംസ്കാരവും സാഹിത്യവും ശാസ്ത്രവും എല്ലാം അഭിവൃദ്ധിപ്പെട്ടൊരു കാലഘട്ടമാണ്. കണക്കിൽ പറയുമ്പോൾ ഡെസിമൽ സമ്പ്രദായം വന്നതും അതുപോലെ 0 ഒരു നമ്പറായിട്ട് ഉയർത്തപ്പെട്ടതൊക്കെ ഈ കാലഘട്ടത്തിലാണ്. മഹാഭാരതം, രാമായണമൊക്കെ പോപ്പുലറൈസ് ആയ കാലഘട്ടമാണ് ഇതെന്ന് പറയാം. ഇനി ഗുപ്ത കാലഘട്ടത്തിന് മുമ്പ് നമ്മൾ കാണുന്നത് മൗര്യ സാമ്രാജ്യത്തെയാണ്. അതിൽ ചന്ദ്രഗുപ്ത മൗര്യനുണ്ട്, അശോകനുണ്ട്. അതിനു മുമ്പ് നമ്മൾ കാണുന്നത് മഹാജനപദങ്ങളെക്കുറിച്ചാണ്. അവിടെ 16 ജനപദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും വളർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വേദകാലഘട്ടമാണ് അതിന് മുമ്പുള്ള കാലഘട്ടം. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന കാലഘട്ടമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, മതർവേദമൊക്കെ ജനിച്ച കാലഘട്ടമാണ് വേദകാലഘട്ടം. അതിനു മുമ്പ് നമ്മൾ പറയുന്നത് സിന്ധു നദീ സംസ്കാരത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് നമ്മൾ പറയുന്നത് ചരിത്രാതീത കാലത്തെക്കുറിച്ചാണ്, പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തെക്കുറിച്ചാണ്. ഈ രീതിയിലൊക്കെയാണ് ചരിത്രപരമായി നമ്മുടെ രാജ്യത്തെ വിഭജിച്ചിട്ടുള്ളത്.